നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്നൊരു അപൂർവമായ വസ്തുവിനെ കുറിച്ചാണ്. അത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഏറ്റവും ഉയർത്തിപ്പിടിച്ചിരുന്നത് CPM ആണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. പക്ഷേ ഈയിടെ കേരളത്തിലുണ്ടായ ഒരു സംഭവം, അതായത് ഒരു മന്ത്രിക്കെതിരെ ഗാർഹിക പീഡനത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു. ആര് തന്നെ മുന്നോട്ട് വരുന്നു. അതേ മന്ത്രി UDF, അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മന്ത്രിസഭയിൽ ഇതേ ആരോപണങ്ങൾ നേരിട്ടിരുന്നു, ഇപ്പോഴും നേരിടുന്നു. അന്ന് കോൺഗ്രസ് ഇതിനെ പഴിച്ചവരും ആ മന്ത്രി രാജിവെക്കണമെന്നും ഒക്കെ പറഞ്ഞവർ, പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി, ഇന്ന് അദ്ദേഹം ഈ മന്ത്രിയെ ഏകദേശം മാപ്പ് കൊടുത്ത പോലെ തന്നെ മന്ത്രിസഭയിൽ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുകയാണ്. സർ, ഇത് എന്താണ് കാണിക്കുന്നത്? പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് അസ്തമിച്ചോ എന്നാണ്. പ്രത്യേകിച്ച് ഇത് CPM എന്ന പാർട്ടി ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. കോൺഗ്രസോ അല്ലെങ്കിൽ BJP ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അവരതിനെ അങ്ങനെ കാണുന്നില്ല. CPM അങ്ങനെ കണ്ടിരുന്നു എന്ന് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു ഇതുവരെ. അതും അസ്തമിച്ചോ സർ? ഇല്ല, ഇത് CPM അങ്ങനെ 100% ഒരു സത്യസന്ധതയുടെയും ഒരു പരിശുദ്ധതയുടെയും ചരിത്രം ഒന്നുമില്ല എന്ന് നമുക്കറിയാം. ഇപ്പോ PK ശശിയുടെ കാര്യത്തിലായാലും, ഇപ്പൊ അടുത്തിടെ CPM-ൽ നിന്ന് വിട്ടുപോയ PK ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ലൈംഗിക ആരോപണങ്ങൾ എതിരായിട്ടുള്ള മുകേഷ് എന്ന് പറയുന്ന നടൻ നിരവധി പരാതികൾക്ക് ലൈംഗിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാര്യ പീഡനം തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ ഉൾപ്പെട്ട ആളായിരുന്നു. അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇപ്പൊ KTDC ചെയർമാനായി വളരെ കാലം തുടരാനായിട്ട് ശശിയെ അനുവദിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തരം താഴ്ത്തിയപ്പോഴും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ തുടരാനായിട്ട് ഇന്നത്തെ ഈ ഇടതുപക്ഷ സർക്കാർ അനുവദിച്ചു. ഒരിക്കൽ ജയിച്ച മുകേഷിനെ വീണ്ടും ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയായി പരീക്ഷിച്ചു. അപ്പോൾ ഞാനിത് പറയുന്നത്, താങ്കൾ പറയുന്ന പോലെ CPM-ൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നത് നമ്മളെ അങ്ങനെയുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് കറുപ്പും വെളുപ്പും ചേർന്നതാണ്. CPM-ന് താങ്കൾ വളരെ പഴയ ഒരു ഭൂതകാലത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത് ശരിയായിരുന്നിരിക്കാം. പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കണിശമായിട്ടുള്ള ധാർമ്മിക അല്ലെങ്കിൽ നൈതിക അല്ലെങ്കിൽ ലൈംഗിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാടുകൾ കർക്കശമായി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോഴും ഇതിനെല്ലാം അപവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ അത്രയ്ക്ക് പുറകിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾക്കറിയാം, സഖാവ് TP തോമസും സഖാവ് ഗൗരിയമ്മയും തമ്മിലുള്ള സൗഹൃദത്തെ പാർട്ടി ഇടപെട്ടുകൊണ്ടാണ് ഒരു വിവാഹത്തിലേക്ക് കൊണ്ടുവന്നത്. അത്ര പഴയ ചരിത്രമല്ല അതൊന്നും, 67-ലും മറ്റും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിന്റെ ഒരു സൗകര്യം കൊണ്ട് എനിക്ക് അതെല്ലാം ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ CPM-ൽ നിന്നൊരു പ്രത്യേക നൈതിക നിലവാരം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. സമീപകാല ചരിത്രത്തിലും അതിന്റെ ഭൂതകാല ചരിത്രത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ണടച്ചതായിട്ടുള്ള നിരവധി കാരണങ്ങൾ എനിക്ക് ചൂണ്ടിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് സാർ, അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. ഇത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന അതേ സംഗതി നിങ്ങൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു, അത് മാത്രമല്ല സ്വയം കോൺട്രാഡിക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ? അത് പുതിയ കാര്യമല്ല. അതാണ് ഞാൻ പറയുന്നത്, അത് പുതിയ കാര്യമല്ല. ഇത്തരത്തിലുള്ള ഈ ഇരട്ടത്താപ്പ് എന്ന് നമുക്ക് വിളിക്കാവുന്ന നൈതിക അത് CPM-ന്റെ മാത്രം ഒരു പ്രത്യേക സ്വഭാവവുമല്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലവാരത്തിൽ വന്നിട്ടുള്ള, നൈതിക നിലവാരത്തിൽ വന്നിട്ടുള്ള തകർച്ചയുടെ ഭാഗമായി ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഇരട്ടത്താപ്പും കണ്ണടക്കലും നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാവുന്ന കാര്യം നമ്മുടെ ഗണേഷ് കുമാറിനാണ്. ഗണേഷ് കുമാർ കുപ്രസിദ്ധനാണ്. ഈ കുപ്രസിദ്ധനായ
ഗണേഷ് കുമാറിനെ കൊട്ടാരക്കര എന്ന പത്തനാപുരം എന്ന മണ്ഡലത്തിൽ നിന്ന് ജയിക്കും എന്നുള്ളതിന്റെ ഒറ്റ കാരണത്തിന്റെ പേരിൽ ആണല്ലോ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും മാറി മാറി, അതായത് ഇത് CPM-ന്റെ മാത്രമല്ല, കോൺഗ്രസ് UDF-ന്റെ കാര്യത്തിലായാലും ശരിയാണ്, ഇദ്ദേഹത്തിന് കിട്ടുന്ന പരിലാളനയുടെ പുറകിൽ എന്താണ്? അദ്ദേഹത്തിന്റെ സിനിമാ നടൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കൊണ്ടല്ല അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ മാടമ്പി വാഴ്ചയുടെ ഭാഗമായി ബാലകൃഷ്ണ പിള്ള എന്ന യാതൊരു രാഷ്ട്രീയ തത്വദീക്ഷയും ഇല്ലാത്ത, അടിയന്തരാവസ്ഥയ്ക്ക് നഗ്നമായി ഭയപ്പെട്ട് കീഴടങ്ങിയ, മാറി മാറി നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ, തികച്ചും മാടമ്പി ഫ്യൂഡൽ സ്വഭാവമുള്ള ഒരാളുടെ അയാളുടെ കുടുംബത്തിലെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് ജയിക്കാൻ സഹായിക്കുന്നു. അദ്ദേഹം ജയിക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ അച്ഛനും ഉണ്ടായിരുന്ന വോട്ടുകൾ, സ്വകാര്യമായിട്ട് അദ്ദേഹത്തിന് സമ്പാദിക്കാതിരുന്ന വോട്ടുകൾ തങ്ങളുടെ വോട്ടുകളുമായി കൂടിച്ചേർന്ന് അങ്ങനെ കേരളത്തിൽ ഒരു സീറ്റ് സമ്പാദിക്കാൻ കഴിയും എന്നുള്ള ആ ഒറ്റ പാർലമെന്ററി പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് UDF-ഉം LDF-ഉം ഈ ഗണേഷ് കുമാറിനെയും ബാലകൃഷ്ണ പിള്ളയെയും ഈ കേരളത്തിൽ താലോലിച്ചു കൊണ്ട് വളർത്തുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസ് ബി എന്നൊരു പാർട്ടിയെ പോലും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ വ്യത്യസ്തമായി? ഗണേഷ് കുമാർ, ബാലകൃഷ്ണ പിള്ള. ഗണേഷ് കുമാറിനെ പറ്റിയുള്ള പൊതുപ്രതിച്ഛായ തന്നെ നിങ്ങൾക്കറിയാം, ഒരു വിഷയലംബടനായ, യാതൊരു എന്താ പറയേണ്ട ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു തരം പെരുമാറ്റ സംഹിതയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഇത് CPM-ന്റെ ഇരട്ടത്താപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചതെന്നുള്ള എന്തെല്ലാം സമ്മർദ്ദങ്ങൾക്ക് ഒടുവിലാണ്. പറയുന്ന പോലെ ഇന്ന് പിണറായി വിജയൻ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇദ്ദേഹത്തോട് രാജിവെക്കാൻ പറയാൻ എന്തെല്ലാം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അറിയാം. അപ്പൊ ഇദ്ദേഹം എല്ലാവരുടെയും അങ്ങനെ രണ്ടുപേരെയും നമുക്ക് CPM-നെ അടിക്കാനുള്ള ഒരു വടി മാത്രമായി ഇത് കാണാൻ എനിക്ക് സാധ്യമല്ല. കാരണം ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇന്നത്തെ സിറ്റുവേഷനിൽ CPM-നെ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയാൻ പറ്റത്തില്ല. ഇലക്ഷൻ പടിവാതിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, ഇത് ഈ ഇഷ്യൂ അവർ ഇലക്ഷനെ താങ്കൾ പറഞ്ഞ പോലെ 1-2 സീറ്റിലാണെങ്കിൽ പൊതുവെ ഒരു ഇലക്ഷന്റെ ഫലത്തെ സ്വാധീനിക്കും എന്നൊരു സംശയമുണ്ട്. അതായത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇഷ്യൂ പൊതുവെ ഇടതുപക്ഷത്തിന്റെ അപ്പീലിനെ, ഇലക്ടറൽ അപ്പീലിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം. കാരണം നിങ്ങൾ എത്ര വഷളനായാലും, നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ സ്വഭാവ വൈകൃതങ്ങൾ എത്ര പരസ്യമാണെങ്കിലും ഇത്തരത്തിലുള്ള മാടമ്പി രാഷ്ട്രീയക്കാർക്ക് ജയിച്ചു വരാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതും ആണ് കേരളത്തിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ ചരിത്രം. തീർച്ചയായും ബാധിക്കേണ്ടതാണ്. പക്ഷെ പിന്നെ ബാധിക്കാതിരിക്കുന്ന എന്താണ്? അദ്ദേഹം ഒരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കണം. താങ്കൾ ഈ ഗണേഷ് കുമാറിന്റെ ഈ വിവാദം പൊട്ടി പുറപ്പെട്ടപ്പോൾ ഉണ്ടായ പ്രതികരണം എത്ര സിനിക്കലായിരുന്നു. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ ജയിക്കും, അതാണോ മറുപടി? നിങ്ങൾ ജയിക്കുന്നു എന്നുള്ളൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ശരിയാവുമോ? നിങ്ങൾ ജയിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ നിങ്ങൾ ജയിക്കുമെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങളും നിങ്ങളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എന്തെങ്കിലും അതിനെ അതിന്റെ ഒരു വോട്ടാവുമോ? അതിനുള്ള വോട്ടാവുമോ? എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്തും ഞാൻ ചെയ്യും, എന്നാൽ ഞാൻ ജയിക്കും. ഇത് തന്നെയല്ലേ ഹിറ്റ്ലറും അല്ലെങ്കിൽ എല്ലാ ഏകാധിപതികളും? ഇതൊരു കൊച്ചു മാടമ്പി. അവിടെയാണ് ഒരു സംഗതി പ്രസക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പൊതുവെ ഇടതുപക്ഷക്കാരും പൊതുസമൂഹം വളരെ, എനിക്ക് തോന്നുന്നത് വളരെ ഷോക്കോടുകൂടി കണ്ടത്. അതായത് ഒരു നേതാവ് ഇങ്ങനെ പറയുന്നു, ഇവിടെ പറയുന്നത് ഒരു മന്ത്രിയാണ്, ഐ ഡോണ്ട് കെയർ വാട്ട് എവർ യു സേ, ഞാൻ ജയിക്കാൻ പോവുകയാണ്.
അപ്പൊ എന്താണ് സാർ കാണിക്കുന്നത്? അത്ര ഒരു സിനിക്കലായ നമ്മുടെ വോട്ടേഴ്സും നമ്മുടെ അതാണ് ഇപ്പൊ സിനിക്കലാണെന്നുള്ളതാണ്. ഒരു കാര്യം കൂടി താങ്കളോട് പറയട്ടെ. ഇത് ഈ ഗണേഷ് കുമാറിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാര്യ പരാതിയുമായി വന്നപ്പോൾ അതിനോട് ചാടി വീണ് യാതൊരു ലജ്ജയുമില്ലാതെ പ്രതികരിച്ചത് മാങ്കൂട്ടമായിരുന്നു. കേരളത്തിലെ പൊതുപ്രവർത്തകരും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും വാ തുറക്കാൻ ഇപ്പോഴും കേരളത്തിലെ സാംസ്കാരിക നായകരുടെ കാര്യം കൂടി താങ്കൾ ഇതിൽ സൂചിപ്പിക്കണം. ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൊന്നും ഈ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നത് അവർ ബഹുഭൂരിപക്ഷം ഇടതുപക്ഷക്കാരാണ്. അവരുടെ മൗനം എത്ര ചെവിടടപ്പിക്കുന്ന മൗനമാണ് ചെറിയാൻ. എന്തെല്ലാം ആളുകളാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷന്മാർ, സിനിമ, ഇവരൊക്കെ ഇടതുപക്ഷ അനുഭാവികളും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്നവരുമാണ് ബഹുഭൂരിപക്ഷം. ദയവായി എന്നെ പറയാൻ അനുവദിക്കുക. അദ്ദേഹത്തെ ഗണേഷ് കുമാറിന്റെ കാര്യത്തിലായാലും മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലായാലും ഇവിടെ കേരളത്തിന്റെ സാംസ്കാരിക നേതാക്കന്മാരും അല്ലെങ്കിൽ നായികമാരും നായകന്മാരും അവർ പ്രകടിപ്പിക്കുന്ന മൗനം എന്നെ ഈ പാർലമെന്ററി പാർട്ടികളുടെ വോട്ട് തേടിയുള്ള ഇത്തരത്തിലുള്ള ഈ പെരുമാറ്റത്തെക്കാൾ എന്നെ ഭയപ്പെടുത്തും. താങ്കൾ സച്ചിദാനന്ദന്റെ ഒരു വാക്ക് കേട്ടോ? നാരായണനിൽ നിന്നൊരു വാക്ക് കേട്ടോ? ഞാൻ ഒന്ന് സാംസ്കാരിക നായരുടെ മനസ്സിലാക്കാം. പക്ഷെ സ്ത്രീപക്ഷം എന്ന് സ്വയം വിളിക്കുന്ന ഒത്തിരി ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ആരാണ് സാംസ്കാരിക നായകന്മാർ? അവർ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരാണ്. വ്യത്യാസമില്ല. സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവർ തന്നെയാണ് സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക നായികമാരും. അവരെല്ലാം അഭിനേത്രികളാണ്, അതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകരാണ്. ഡയറക്ടർമാരാണ്, അതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകരാണ്. അല്ലാണ്ട് സാംസ്കാരിക പ്രവർത്തകരും സ്ത്രീപക്ഷം തമ്മിൽ ഒരു വിരുദ്ധതയൊന്നും ഇല്ല. കേരളത്തിൽ രണ്ടും ഒന്നാണ്. അവർ പൊതുവെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ്, സ്ത്രീപക്ഷത്താണ്, അവർ എഴുത്തുകാരാണ്. എന്നിട്ടും അവർ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവർ സാംസ്കാരിക നായിക സാറാ ജോസഫ്, ഉദാഹരണത്തിന് സാറാ ജോസഫ്, അവരൊരു സ്ത്രീപക്ഷ ഒരു സാഹിത്യകാരിയാണ്, അവരറിയപ്പെടുന്നതാണ്. അവർ വാതുറക്കുന്നുണ്ടോ ഈ കാര്യങ്ങളിൽ? മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വാതുറന്നോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും വാതുറന്നിട്ടുണ്ടോ? ഇതിൽ നൈതിക മലയാളി സമൂഹത്തിന്റെ ധാർമ്മിക മനസാക്ഷി നമ്മൾ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും സോഷ്യൽ മീഡിയയ്ക്ക് ശേഷം ഇത് വീണ്ടും ഒരു ഗോസിപ്പിന്റെയും ഒരു തരം ലൈംഗികമായിട്ടുള്ള അഭിരമിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുക പരസ്പരം. ഇന്നലെ സരിത, ഇന്ന് എന്താ മാങ്കൂട്ടത്തിന്റെ കാമുകിമാർ അല്ലെങ്കിൽ അവരുടെ അദ്ദേഹം ദുരുപയോഗിച്ചിരുന്ന സ്ത്രീകൾ, ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ഭാര്യ, ഇത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇത്ര പ്രാധാന്യത്തോടു കൂടി, രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യുമ്പോൾ തല കുനിക്കേണ്ടത് നവോത്ഥാന കേരളമാണ്. തല കുനിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും എന്താ പറയുന്നത് മറ്റും നമ്മുടെ വലിയ ചരിത്രമുള്ള സ്ത്രീകൾ കൂടി ഇത്ര മുൻപന്തിയിൽ നടന്നിട്ടുള്ള റോസമ്മ പുന്നൂസ്, അല്ലെങ്കിൽ ഈ പറയുന്ന അക്കമ്മ ചെറിയാൻ, ഇങ്ങനെയുള്ള സ്ത്രീകൾ, ആനി ബെസന്റ്, ഇന്നൊരു KR ഗൗരിയമ്മ, ഇങ്ങനെയുള്ളവരുടെ ഒരു സമൂഹത്തിൽ ഈ വഷളന്മാരുടെ വൃത്തികേടുകൾ അഭിരമിക്കുന്ന ഒരു മാധ്യമ രംഗവും ഒരു സാംസ്കാരിക രംഗവും രാഷ്ട്രീയക്കാരെ മനസ്സിലാക്കാം. ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് CPM-ന് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതിൽക്കപ്പുറം ഒരു പ്രത്യേക കാര്യപരിപാടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് അവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഗമവും ഈ പറയുന്ന പോലെ ഈ പറയുന്ന ആരാണ് നമ്മുടെ മുകേഷിനെ കൊണ്ട് നടക്കലും ഇത്തരത്തിൽ ഇപ്പൊ ഗണേഷ് കുമാറിനെ താങ്ങലും, ഇതൊക്കെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അടിമുടി അത് മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അതിന്റെ പതനമാണ് കാണിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ വലതുപക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ, അത് മാങ്കൂട്ടം അദ്ദേഹം അധികാരത്തിൽ ഉണ്ടായിരിക്കില്ല, പക്ഷെ രാഷ്ട്രീയ അധികാരം അദ്ദേഹത്തിനുണ്ട്. ആജ്ഞാശക്തിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല എന്നുള്ളതിന്റെ ഒരു സൗജന്യത്തിൽ അതും ഇതും താരതമ്യപ്പെടുത്തി CPM-ന് ഒരു പ്രത്യേക തലക്കടി കിട്ടണമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് CPM-നെ അതപ്പതിനെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ തത്വങ്ങൾക്കും ആ പാർട്ടിയുടെ ഈ പഴയ കോൺഗ്രസിലും ഉണ്ടായിരുന്നല്ലോ ധാർമ്മികത, പഴയ കോൺഗ്രസിലും ഉണ്ടായിരുന്നു നൈതികത. കോൺഗ്രസ് മാറിയിരിക്കില്ലേ? സ്വാതന്ത്ര്യ സമരകാലത്തുള്ള കോൺഗ്രസ് ആണോ മലബാറിൽ ഉണ്ടായിരുന്ന ഗോവിന്ദൻ നായരുടെയും പനമ്പിള്ളി ഗോവിന്ദമ്മേനുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊന്നറ ശ്രീധരന്റെയും ഒക്കെ കോൺഗ്രസ് ആണോ? അപ്പൊ അത്
ആ നൈതിക നിലവാര തകർച്ച എല്ലാ പാർട്ടികളെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ബദലാണെന്ന് ജനങ്ങൾ സങ്കല്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത് പ്രകടമായി വരുന്നു. അതിന്റെ കാരണം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പൊതുജന പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ സാർ, നമ്മൾ അതായത് കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത് രാഷ്ട്രീയ നൈതികത എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രഹേളിക മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ. അങ്ങനെ ഒന്നും ഇല്ല. അത് ഏത് പാർട്ടി ആയാലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും താങ്കൾ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരിക്കും നമ്മൾ കുറച്ചൊക്കെ ആഗ്രഹിച്ചിരുന്ന അവർ അത് സൂക്ഷിക്കും എന്ന് കരുതി അതുമില്ല. അപ്പൊ അതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ